പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 21 ഞായറാഴ്ച, കർത്താവിന് പ്രതിഷ്ഠിതമായ ഈ ദിവസം ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും അവിടുത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണ്. മത്തായി ശ്ലീഹായുടെ മധ്യസ്ഥവും നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 9 ഇന്ന് ധ്യാനിക്കാം. യേശു അവിടെ നിന്നും നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ഈശോയുടെ പ്രവർത്തനങ്ങളൊന്നും ആകസ്മികങ്ങളല്ല. എല്ലാത്തിൻ്റെയും പുറകിൽ അവിടത്തേക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്നെ അനുഗമിക്കുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ മത്തായി അതനുസരിച്ചു. എന്നിട്ട് ഈശോ പോയത് മത്തായിയുടെ ഭവനത്തിലേക്ക് തന്നെയാണ് എന്ന് ഓർക്കുക. ഇത്രനാൾ മത്തായി തനിയെ പോയിരുന്ന ആ സ്ഥലത്തേക്ക് ഇന്ന് ഈശോ അവനെ കൊണ്ടുപോയി. ചുങ്കക്കാരനായ സക്കേവൂസിനെ വിളിക്കുമ്പോഴും ഇതേ രീതി തന്നെയാണ് ഈശോ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവരെയും വിളിച്ചുകൂട്ടി വിരുന്ന് നടത്തി, അവരോടൊപ്പം ഭക്ഷിച്ചു, സംസാരിച്ചു, അവരുടെ സ്നേഹം പിടിച്ചുപറ്റി. സ്നേഹമുള്ളിടത്ത് സ്വാഭാവികമായും അനുസരണം കടന്നു വരും എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഈശോയിൽ നിന്നും അകന്നു പോയിരുന്നവരെ അവർ പോലും അറിയാതെ അവിടുന്ന് നേടിയെടുക്കുന്നതാണ് ഇന്ന് കാണാൻ സാധിക്കുക. കർത്താവേ, പരിശുദ്ധമായ സ്നേഹമാണ് ഏറ്റവും വലിയ ആയുധം എന്ന് തിരിച്ചറിയാൻ സ്നേഹത്തിലൂടെ എല്ലാവരെയും ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.